ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തേക്കാനുള്ള ഈവൻ ഇൻ ഡെയിലി ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ തംബ്നെയിലിൽ അതാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഒരു ഡബിൾ ഡോജി ക്യാൻഡിലാണ് നമുക്ക് ഇൻ ബാങ്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഡബിൾ ഡോജി ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് നോക്കാം. ആൻഡ് അപ്പോൾ അബ്സല്യൂട്ട് ഇന്നലത്തെ നമ്മുടെ വ്യൂവും പറഞ്ഞത് വൺസ് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവൺ നിഫ്റ്റിയിലാണ് നമ്മൾ പറഞ്ഞത്, ഇന്നലത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ മീൻസ് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അത് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് നേരെ ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു ഹൈൻ്റെ അവിടെ വീണ്ടും വന്നിട്ടാണ് നമുക്ക് ആ ഒരു വീണ്ടും അവിടെ നിന്നാണ് ആ ഒരു സപ്ലൈ ഉണ്ടായിരിക്കുന്നത്, മീൻസ് അവിടെ നിന്നൊരു സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇതിൽ കാണാം, ആ ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മളിന്ന് ഇത് കൊടുത്തായിരുന്നു, മീൻസ് ടെലിഗ്രാം ചാനലിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ കൺസോൾട്ടേഷൻ സോൺ എടുത്തായിരുന്നു. ഡിമാൻഡ് സോൺ സപ്ലൈ സോണിലേക്കൊന്നും മാർക്കറ്റ് പോയില്ല, അബ്സല്യൂട്ട് ഫ്ലാറ്റ് ആയിരുന്നു. ഫ്ലാറ്റ് ആണെങ്കിലും ആ മൂവ്മെൻറ്റ് കുറച്ച് അധികം ഉണ്ട്. അതോടൊപ്പം തന്നെ വിക്സ് നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. മീൻസ് ഓപ്ഷൻ പ്രീമിയം നല്ലോണം ഡീക്കേ ആവുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സിനാണെങ്കിലും ഈ പറഞ്ഞ ഈ മാർക്കറ്റ് ശരിക്കും നല്ല ഒരു അതായത് കറക്റ്റായിട്ടുള്ള പൊസിഷൻസിലല്ല കയറിയേക്കുന്നെങ്കിൽ പെട്ടെന്ന് നല്ല ഹ്യൂജ് ലോസ് വരാനുള്ള ചാൻസ് ഉള്ള മാർക്കറ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഈ മാർക്കറ്റിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്പ്രെഡ് സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിന് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും, മീൻസ് നടക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യലായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഇന്നൊരു ഇൻട്രാഡേ ഒരു ഫേക്ക് ഔട്ട് സ്ട്രാറ്റജി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അതിനെപ്പറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേറെ ട്രേഡിങ് സൈഡ് വേസ് ആയതുകൊണ്ടൊരു ചെറിയ ക്യാം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഫേക്ക് ഔട്ട് സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്തു. 1:5 ടാർഗറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 ട്രേഡോളം അതിന് കിട്ടി, സെയിലും വിൻഡാകോർപ്പും PCBLും. ബട്ട് സെയിലിൻ്റെ ഒരു കുറച്ചും കൂടി നേരത്തെ ഇടാൻ പറ്റി. സെയിലിൽ കുറച്ച് ടൈം എടുത്തു, എന്നിട്ടാണ് ആ ടാർഗറ്റ് ഹിറ്റായത്. 1.5% ഈസി ആയിട്ട് ഹിറ്റാക്കാം. 1:5 ടാർഗറ്റിൽ ഹിറ്റാക്കാം, മീൻസ് അതിൻ്റെ മുകളിലും പോകും. 1:5 അറ്റ്ലീസ്റ്റ് എങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണത്. സ്റ്റോപ്പ് ലോസും വെക്കുക, സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റോപ്പ് ലോസും വെക്കുക. അപ്പോൾ മാക്സിമം ഇന്നൊന്ന് ലൈവ് വന്നിട്ട് ചെയ്യണമെന്നാണ്. ബട്ട് ഈ ടൈം ഒരു അതായത് കുറച്ച് ലേറ്റായിട്ടൊക്കെ തുടങ്ങും, പിന്നെ എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു പെട്ടെന്നായിരിക്കും ആ റണ്ണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നോക്കാം. ലൈവ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ലൈവിൽ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം എന്തായാലും നമ്മുടെ ക്ലാസ്സിലിത് മാക്സിമം അത് പറയാം. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഓൾറെഡി കുറച്ച് പേര് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ സ്ട്രാറ്റജി അടക്കം നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇതൊക്കെ വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്ത് ഈസി ആയിട്ട് ട്രേഡിങ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കൊരു നമ്മുടെ ഇൻട്രാഡേ അനാലിസിസിലൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ 4 hour ടൈം ഫ്രെയിമിലേക്ക് നിഫ്റ്റീനെ ഒന്ന് കൊണ്ടുവരാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 day ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് നമുക്ക് ഈ ഒരു ഇവിടെ നിന്നുള്ള ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലും പിന്നെ ഒരു നെഗറ്റീവ് ക്ലോസാണ് ഉണ്ടായത്. ബട്ട് വീണ്ടും അവിടെ നിന്നൊരു പുള്ളപ്പ് ക്യാൻഡിൽ വന്നു, അതായത് ബാക്ക് ടു അതിന് ഇങ്ങനത്തെ ഒരു ക്യാൻഡിലല്ല, വീണ്ടും റിവേഴ്സ് തോന്നിപ്പിച്ചു. ബട്ട് നമ്മൾ പറഞ്ഞു, അതായത് നമുക്ക് ഇന്നലത്തെ ഡേ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്യണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബട്ട് അതിനുള്ള വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. വീണ്ടും അവിടെ നിന്ന് നമുക്ക് എന്തായി ഒരു റിജക്ഷൻ ക്യാൻഡിൽ അവിടെ വന്നു, റിജക്ട് ചെയ്തു, പിന്നെയും ഒരു സെൽ ഓഫ് ക്യാൻഡിൽ. അപ്പോൾ അബ്സല്യൂട്ട് ഒരു കൺസോൾട്ടേഷനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ബട്ട് കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ഈ ഒരു 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് മാർക്കറ്റ്. നമുക്ക് വേറെ ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല, ആ കാര്യം ഷുവറാണ്. അപ്പോൾ നമുക്ക് ഒരു
ഡെയിലി ടൈം ഫ്രെയിമും കൂടി വെച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഓൾറെഡി 2 നെഗറ്റീവ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഈവൻ ഇവിടെ നമുക്കൊരു ഇൻവേർട്ടർ ഹാമർ ടൈപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം വീണ്ടും ഒരു നെഗറ്റീവ് ക്യാൻഡിലും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി വരുന്ന ഒരു ക്ലോസ്, ഒരു റെഡ് നാളത്തെ ക്ലോസ് ഇതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താക്കുക, താഴേക്കുള്ള വ്യൂ നോക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ 2 ക്യാൻഡിലിനെയും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് വരുന്ന ഒരു ക്ലോസിങ്ങിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ മാക്സിമം ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് വലിയ ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് 22,800 വരെയും നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, മേളിലേക്കാണ് നമുക്ക് ഈ ക്ലോസിംഗ് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് മേളിലേക്കും ഒരു ഈവൻ 23,500 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസും അവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് സൂചന നൽകുന്നത്. ഈവൻ കുറച്ച് ബിയറിഷ് സെൻറ്റിമെൻ്റ് ആയിട്ടാണ് ക്യാൻഡിൽ ഫോർമേഷൻ പോകുന്നത്. നമുക്ക് നോക്കാം നാളത്തെ ക്യാൻഡിൽ എവിടെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ബോക്സ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചേക്കാം. അതായത് ഈ ബോക്സിൻ്റെ ക്ലോസിംഗ് ആയിരിക്കും എന്താണ് നമുക്ക് നാളെ ഒരു ഡയറക്ഷൻ തരാൻ പോകുന്നത്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്കൊരു അനാലിസിസിൽ പറയാനുള്ളത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് OAയിൽ എങ്ങനെയാണ് OA പെർഫോം ചെയ്തേക്കണമെന്ന് നോക്കാം. നിഫ്റ്റി ഫോർ 13th ജൂൺ അല്ലേ. അപ്പോൾ സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ അൺവൈൻഡിങ് ആണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. കോൾസിലും പുട്ടിലൊക്കെ പുട്ട് അൺവൈൻഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കോളിലും നടക്കുന്നുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു വിക്സ് കുറയണതിൻ്റെ ഒരു എഫക്റ്റീവ് ആവണം മാക്സിമം അൺവൈൻഡ് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. ബിക്കോസ് സാധാരണ നമുക്ക് കുറച്ച് പുട്ട് റൈറ്റിംഗ് ആണ് കയറി വരാറ്, ബട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. 23,300 പുട്ട് അൺവൈൻഡിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ കോളും അൺവൈൻഡിങ് ഉണ്ട്. അവിടെ ബിൽഡിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ സ്റ്റിൽ ആ ഒരു ഇൻഡിസിഷൻ ഇതിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതാണ് അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ. OAലിൽ നമുക്ക് വലിയ ഒരു മാറ്റമൊന്നും ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണ് എക്സാക്റ്റ് ഒരു ഡബിൾ ഡോജി വന്നേക്കുന്നത്. അതായത് നമുക്ക് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു ഡബിൾ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ നമുക്ക് നമുക്ക് ഇവിടുത്തെ ഉള്ള ഒരു ക്ലോസിങ് ക്യാൻഡിൽ, അതായത് നാളത്തെ ക്ലോസിങ് ക്യാൻഡിൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഇവിടെ നമുക്ക് റെഡ് ആണെങ്കിൽ നമ്മൾ ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതാണ് നാളത്തെ ക്ലോസിങ്ങിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുന്നത്. വൺസ് ഇവിടെ വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ ഫോർമേഷൻസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അതായത് പിന്നെയും നമുക്ക് ഡോജി വന്നു, സ്റ്റിൽ ഡോജീസ് ആണെങ്കിൽ മാക്സിമം ഡബിൾ ഡോജി വരാൻ നേരത്ത് നമുക്ക് 3rd ഡേ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തരേണ്ടതാണ്. അങ്ങനെയാണ് സാധാരണ ഒരു പ്രൈസ് ആക്ഷനിൽ വരാറുള്ളത്. ബട്ട് നോക്കാം, ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മീൻസ് ഏത് രീതിയിൽ വരും നമുക്ക് കുറച്ച് നേരത്തെ പറയാൻ മീൻസ് ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ മൂവ് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാതിരി തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇൻഡിക്കേഷനാണ് ഇവിടെ തരുന്നത്. ബട്ട് ആ ഒരു കൺസോൾട്ടേഷൻ സോണിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഫോമാണ് ക്യാൻഡിലൊക്കെ ഇൻ കൺസോൾട്ടേഷനിൽ തരുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ നിന്നുള്ള ബ്രേക്കൗട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫേക്ക് ബ്രേക്കൗട്ടിൽ പോകാണ്ടിരിക്കുക. ഈവൻ 1 hour ടൈം ഫ്രെയിം ആണെങ്കിൽ അത് വെച്ചിട്ട് നോക്കുക. അത് നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 hour ടൈം ഫ്രെയിമിലെങ്കിലുള്ള ഒരു കൺഫേം ബ്രേക്കൗട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളൊരു ഫാൾസ് ബ്രേക്കൗട്ട്, ഇവിടെ നമുക്കൊരു ഫാൾസ് ബ്രേക്കൗട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് മേളിലേക്ക് പിന്നെ കണ്ടിന്യൂഷൻ ക്യാൻഡിലൊന്നും ഉണ്ടായില്ല, വീണ്ടും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാൾസ് ബ്രേക്കൗട്ടിലേക്ക് പോകാണ്ടിരിക്കുക. ബ്രേക്കൗട്ട് വന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ക്യാൻഡിലിന് വേണ്ടിയിട്ട്, ബ്രേക്കൗട്ട് ഏത് അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും, ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് വന്നു. ബട്ട് ഇത് നമുക്കൊരു വിക്കാണ്, ഇതൊരു ഫേക്ക് ഔട്ടാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം, ഈ വിക്കിൻ്റെ മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമായിരിക്കും ഇവിടെ നമുക്കൊരു റിയൽ ബ്രേക്കൗട്ട്. ഇവിടെയാണെങ്കിൽ ഈ ഒരു വിക്ക് ഉണ്ട്. അപ്പോൾ ഈ 2 വിക്കിൻ്റെയും താഴെ വരുന്ന ഒരു ക്യാൻഡിൽ ക്ലോസ് വിത്ത് ഒരു വിക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈവൻ നമുക്ക് കുറച്ച് ഫാൾ കിട്ടാനുള്ള, കുറച്ചൊരു താഴേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയറിങ് കൂടിയാണ്. ഇപ്പോൾ മാക്സിമം ഫേക്ക് ഔട്ടൊക്കെ തരാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ OA നോക്കുകയാണെങ്കിൽ
നമുക്ക് OISലും സ്റ്റിൽ ആ ഒരു അൺവൈൻഡിങ് ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മണിയിലൊന്നും വലിയ റൈറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ 49,500ലും അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. 50,000ൽ കോൾ അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. എല്ലായിടത്തും അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ കാര്യം തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു പോകാം. നമുക്ക് എവിടെയാണോ ആ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ ഫോം ചെയ്യുക, ആ ബ്രേക്കൗട്ട് ക്യാൻഡിലിൽ അവിടെ നിന്ന് നമുക്കൊരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലാർജ് ടൈം ഫ്രെയിം പ്ലസ് നമ്മൾ ആ ഒരു സോണും പറഞ്ഞു, നമുക്കൊരു കൺസോൾട്ടേഷൻ സോണും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സോണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കാം. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ആൻഡ് FISൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ്, FISൻ്റെ ഭാഗത്ത് സ്റ്റിൽ ആ ഒരു ബുള്ളിഷ് ഇതൊന്നും ഡെയിലി ഇതിൽ കാണാൻ കഴിയുന്നില്ല. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. ആൻഡ് സെല്ലിങ്ങും അങ്ങനെ തന്നെയാണ്. ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെൽ തന്നെയാണ് തുടരുന്നത്. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിൽ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം അടുപ്പിച്ച് ഇങ്ങനത്തെ ക്യാൻഡിൽ വന്നേക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു മൂവ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ബിക്കോസ് അത്രയും ടൈറ്റായിട്ടാണ് നിഫ്റ്റി പ്രോയും ആൻഡ് FISും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നിൽക്കുന്നത്. ആൻഡ് പ്രോയിനെ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് എന്ന് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെൽ ചെയ്തിട്ടുണ്ട്. ഡെയിലി ഇൻഡെക്സ് OI ഇൻഡെക്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇന്നലെ കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു ഡൗൺ സൈഡ് ആയിരുന്നു. അൺവൈൻഡിങ് ആയിരുന്നു. ഇന്ന് അൺവൈൻഡിങ് കുറച്ചിട്ടുണ്ട്. ബട്ട് അൺവൈൻഡിങ്ങിൽ തന്നെയാണ്. ആൻഡ് ബൈയിങ്ങും ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈ ചെയ്തേക്കുന്നത്, OI ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്തേക്കുന്നതും കുറച്ചിട്ടുണ്ട്. അപ്പോൾ OI ഇൻഡെക്സ് ഫ്യൂച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കെന്താ ഒരു ഡൗൺ സൈഡിലേക്കാണ് വരുന്നത് അല്ലേ, അതായത് മേലേക്കല്ല, നമുക്ക് കുറച്ച് താഴേക്കാണ് വരുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് ഉണ്ടെന്ന് വേണം പറയാൻ. ഇവിടെ നമുക്ക് നല്ലൊരു ബൈയിങ്ങിലേക്ക് വന്നത് പിന്നെ ഒന്ന് സ്റ്റാർട്ടായിട്ട് വന്നു, ഇന്ന് കുറച്ച് കുറഞ്ഞാൽ വന്നത്. അപ്പോൾ നാളെ നമുക്ക് നോക്കാം. നാളെ കൂടുതലാണ് വന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടാൻ ചാൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇത് നോക്കുമ്പോൾ ക്യാഷ് മാർക്കറ്റ് നോക്കുമ്പോൾ FISൻ്റെ ജസ്റ്റ് -111ഉം DISൻ്റെ നല്ല ബൈയിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ഫ്ലാറ്റായിട്ടുള്ള ഡേ ആയിരുന്നു ഇന്ന് ഉണ്ടായത്. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. ബിക്കോസ് ഫ്ലാറ്റ് ഡേയിൽ രണ്ട് സൈഡിലേക്കുള്ളവരെ മാക്സിമം മാർക്കറ്റ് ക്യാഷ്, അതായത് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാനുള്ള മാക്സിമം എല്ലാ വഴിയും മാർക്കറ്റ് നോക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽസിൽ വന്നിട്ട് ഒന്ന് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഈവൻ ഇന്നലെ പറഞ്ഞതും നമുക്കെന്താ നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ബിയർ സെൻറ്റിമെൻ്റാണ്, 23,000 പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. ഓൾമോസ്റ്റ് ആ ഒരു കണ്ടിന്യൂഷൻ വന്നേക്കുന്നതും അതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ 1 hour ടൈം ഫ്രെയിമിലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour ടൈം ഫ്രെയിം വെച്ചിട്ട് എന്താക്കുക, നമ്മളൊരു ഡൗൺ സൈഡിനാണെങ്കിൽ ഒരു ക്ലിയർ ബ്രേക്ക് ഡൗൺ, ഒരു ബിയറിഷ് ക്യാൻഡിൽ 1 hour ടൈം ഫ്രെയിമിൽ കൺഫേം ചെയ്തിട്ട് നമ്മൾ ഒരു ഡൗൺ സൈഡിനാണെങ്കിലും പ്രിപ്പയർ ചെയ്യുക. ഈവൻ ഹയർ സൈഡിലാണെങ്കിലും കൺഫേം ആയിട്ടുള്ള ഒരു ക്യാൻഡിലിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. മാക്സിമം അങ്ങനെ ഒരു നല്ല ക്യാൻഡിൽ വന്നാൽ ഞാൻ അത് ഷെയർ ചെയ്യാൻ നോക്കുക. അതോടൊപ്പം എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക. കമൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവ് തന്നെയാണ്. എൻ്റെ ലൈക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യുക. ബിക്കോസ് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയലാണ്. കുറേ ഒരു ലെവൽസ് വരച്ചിട്ട് അങ്ങനെ പറയലാണ്, മാക്സിമം ട്രെൻഡിന് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ, ആൻഡ് അഭിപ്രായം കൂടി ഒന്ന് പറയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. നാളെ നമുക്ക് ഏത് സൈഡിലേക്കാണ് ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുന്നത് എന്ന് നോക്കിയിട്ട് നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യാം. മാക്സിമം ഒരു ബിയർ സെൻറ്റിമെൻ്റാണ് ഇത് ഉള്ളത്. ബട്ട് സൈഡ് വേസിൽ നിന്ന് ആ ഒരു ഔട്ട് കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.